നമസ്കാരം, ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനൂസ് സൂര്യനാരായണൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഉഴുന്നുവട. ഞാൻ എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇൻട്രോ ചെയ്തത്. സംഭവം നല്ല സെറ്റായിട്ടുണ്ട്. നമ്മൾ ട്രൈ ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് ഓക്കെ ആയി, സംഭവം സെറ്റപ്പായി. വടയൊക്കെ നല്ല കിടില്ല. നമ്മൾ ചായക്കടയിൽ പോലും പോയി നമ്മൾ എണ്ണയൊക്കെ കുടിച്ച് ആ വടയിലിങ്ങനെ എന്താ പിഴിഞ്ഞ എണ്ണയൊക്കെ വരും അങ്ങനെയൊക്കെ. പക്ഷെ ഇതിൽ അതങ്ങനെ ഒന്നുമില്ല. അടിപൊളിയായിട്ടുണ്ടോ സെറ്റപ്പ് സംഭവം. ഇതെങ്ങനെ ഉണ്ടാക്കാം, ഇതിൻ്റെ ഈ വടയിൽ എങ്ങനെ ഓട്ട വന്നു, ഇതൊക്കെയാണ് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിരുന്നു കാണാം. ഇതിൽ ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ഉണ്ട്. ആ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഉഴുന്നുവട എണ്ണ കുടിക്കാണ്ടും അടിപൊളിയായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സ്റ്റേ ട്യൂൺ. ആവശ്യമായിട്ട് നമുക്ക് ഉഴുന്നെടുക്കാം. നമുക്ക് ഉഴുന്നാണ് വേണ്ടത്. നമുക്ക് ഉഴുന്ന് എടുക്കാം. ഇത് കറക്റ്റ് 1 ഗ്ലാസ് ഉഴുന്നുണ്ട്. ആ തൊലി കളഞ്ഞ ഉഴുന്നാണ്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒട്ടിക്കാം. നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കാം. ഇത് കറക്റ്റായിട്ട് ഒരു 3-4 മണിക്കൂർ കുതിരാൻ വെക്കണം. ഉഴുന്ന് കഴുകി വൃത്തിയാക്കി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് എടുക്കുക. അല്പം തരിയോടെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. അരയ്ക്കുന്നതിന് മുമ്പ് 4 പീസ് ഇഞ്ചി നമ്മൾ ഇതിന് കൂടെ ചേർത്ത് അരച്ചെടുക്കുക. ഗ്രൈൻഡറിൽ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവും. മിക്സിയിൽ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ജാറിൽ കുറച്ചായിട്ട് ഇളക്കി അരച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി നമുക്ക് കിട്ടാൻ കുറവാണ്. മാവ് പൊങ്ങി വരില്ല. മാവെല്ലാം അരഞ്ഞ് റെഡി ആയിരിക്കണം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഒരുപാട് മാവിൽ വെള്ളം കൂടിപ്പോയി എന്ന് വെച്ചാൽ പിന്നെ വട ഉണ്ടാക്കുന്ന പരിപാടി നടക്കില്ല. അപ്പോൾ നമ്മളിതിനെ ഇത് ചെയ്യേണ്ടത് ഒരു ഫോർക്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിൽ നമ്മൾക്ക് എയർ ബബിൾസ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി മുറിച്ചത് കുറച്ചിട്ട് കൊടുക്കാം. 2-3 പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇതിലിടാം. കറിവേപ്പില ചോപ്പ് ചെയ്തത്, കായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് ചതച്ചത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇതെല്ലാം മിക്സ് ചെയ്ത് റെഡി ആയിരിക്കണം. ഇതിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. വട മുങ്ങുന്നത് പോലെ വേണം എണ്ണ. വട എങ്ങനെ ഷേപ്പായിട്ട് നമുക്ക് എടുക്കാമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അത് നമുക്ക് വടൻ്റെ ആദ്യം ഇതെടുക്കുക. ജസ്റ്റ് ഒന്ന് കയ്യിൽ വെള്ളം നനച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ട് നമ്മളിങ്ങനെ കയ്യിൽ വെച്ച് മാവ് കയ്യിൽ പറ്റി പിടിക്കാതിരിക്കാനാണ് നമ്മൾ വെള്ളം നനയ്ക്കുന്നത്. എടുക്കുക. ഉരുള ചെറുതായി ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം വിരൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓട്ടയാക്കി കൊടുക്കുക. നമ്മളിത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇത് ചെയ്യരുത്. മീഡിയം ഫ്ലെയിമിലാണ് യൂസ് ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് വടൻ്റെ ഉള്ളിൽ കറക്റ്റായി വെന്ത് വരുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് നമ്മളിട്ട് വേവിച്ചെടുക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിൽ വേവാതെ ഇരിക്കും. ചൂട് വട റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എല്ലാവർക്കും പരാതി ഉണ്ട് കേട്ടോ, ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യണം, ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്യണമെന്ന്. സംഭവം സൂപ്പറായിട്ട് കേട്ടോ. സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സെറ്റ്, വേറെ ഒരു രക്ഷയില്ല. സംഭവം അടിപൊളിയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ കൊണ്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ ഞാൻ നിങ്ങളുടെ ഷിനു സൂര്യനാരായണൻ സൈനിങ് ഓഫ്. ബൈ. ഇത് ഫുള്ളായി കഴിച്ച് തീർക്കട്ടെ.